ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ഉപയോഗിച്ച് ബോ മേക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ യാൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോ കളർ യാണാണ്. കൂടെ തന്നെ കത്രിക, നീഡിൽ, പിന്നെ ക്രോഷ്യ ചെയ്യണ ഹുക്കും കൂടി എടുത്തിട്ടുണ്ട്. ഹുക്ക് 4.5 mm ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ബോ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ടാണ് ഇടേണ്ടത്. അതിനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 2 ഫിംഗർ ഇതുപോലെ വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനാണ് നല്ലത്, നിങ്ങളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഞാനൊരു 35 ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 35 എണ്ണം തയ്യാറാക്കി എടുക്കണം കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ ഇത് ബിഗിനറിനൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് ബോ മേക്കിങ്. ഇത് സിമ്പിളായിട്ട് തന്നെ കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം ഞാനൊരു ബിഗിനർ തന്നെയാണ്. ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഈ ബോ. അതുപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. ഈ ബോ പറഞ്ഞത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പിങ്ക് കളർ ബോ ആട്ടോ. ഇതുപോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു സൈസ് ഇത്രയും കൂടി വലുതായിട്ടുള്ളതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 35 ചെയിൻ സ്റ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലെ നമുക്ക് കുറച്ച് വി ഷേപ്പ് കാണാൻ കഴിയും. ആദ്യത്തെ ഫസ്റ്റ് വി ഷേപ്പ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം, അതായത് അതുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാത്ത അപ്പുറത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്തെടുക്കണം. യാൺ ഓവർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം യാൺ ഓവർ ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. ക്രോഷ്യയുടെ ബേസിക്സ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
ഇപ്പോൾ ഇതാ ലാസ്റ്റ് വരെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളുടെ ഹുക്ക് ഇതുപോലെ ചെരിച്ചതിന് ശേഷം അടുത്ത ലെയറായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് ഒരു വി ഷേപ്പുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഭാഗത്തിന് ഇതുപോലെ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം സൈസ് ആണോ അതിനനുസരിച്ച് നമുക്ക് വീതി ഇതുപോലെ കൂട്ടി കൊടുക്കാട്ടോ. മുകൾക്ക് ഒരു ലെയറും കൂടി ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന അത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്താൽ അവിടെ തന്നെ നമുക്ക് നിർത്തി സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വരെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടി എക്സ്ട്രാ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം എനിക്ക് ലേശം കൂടി വീതി വേണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ ഒരു ലെയറും കൂടി നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് ഇതുപോലെ എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്കെയിലിൻ്റെ അളവിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 15 സെൻറ്റിമീറ്റർ കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ലൂപ്പ് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനി ഇതാ അടുത്തതായിട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ 35 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 24 ചെയിൻ സ്റ്റിച്ചാട്ടോ ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് 35 തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അപ്പം ഇവിടെ 24 ചെയിൻ സ്റ്റിച്ചാട്ടോ ആദ്യം ഇടുന്നത്.
ഇതുപോലെ 24 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ഷേപ്പിലുള്ള ഭാഗം ഒഴിവാക്കിയതിന് ശേഷം രണ്ടാമത് മുതൽ ഇതുപോലെ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. വ്യത്യാസം ആകത്തുള്ളൂ 35ഉം ഇത് 24ഉമാണ്. അതുപോലെ തന്നെ നമ്മൾ മുകൾക്കാക്കി ലെയർ ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അത് ഒരു ലെയറായിട്ട് ഇതിൽ നിന്ന് കുറച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര ലെയർ തന്നെ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ലെയർ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മളുടെ യാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ അത്ര കട്ട് ചെയ്യേണ്ട, ചെറിയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളുടെ നീഡിൽ ഇതുപോലെ യാണ് നീഡിലുള്ള കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചത് ഇതുപോലെ നടു മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമ്മൾ ഈ നീഡിൽ ഇതിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കണം. ഇനി ഇതാ നമുക്ക് കെട്ടിക്കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ. ഞാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ടൊരു ചെരിവുണ്ടായിരുന്നു. നിങ്ങൾ സെൻറ്ററിൽ തന്നെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ബോൻ്റെ ഇതുപോലെ അടിയിൽ വെക്കുന്ന ഭാഗം ബാക്കിൽ വേണം കേട്ടോ. അതായത് നമ്മൾ കെട്ടിയ സ്ഥലത്ത് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഇതുപോലത്തെ ക്രോഷ്യ ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്ന ഇതൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ക്രോഷ്യയുടെ ട്യൂട്ടോറിയലൊക്കെ വേണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളതൊന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഫൈനൽ കണ്ടിട്ട് ഇഷ്ടമായില്ല എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.